ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, 100ഓളം ബോഗൻവില്ല കളക്ഷന് എൻ്റെ വീട്ടിലായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടു. സഫീന എന്ന് പറയുന്ന ആളാണ് കേട്ടോ കമൻറ്റ് ഇട്ടേക്കുന്നത്. താത്താടെ മുഖം കാണിക്കാതെ ചെടി കാണിക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതാക്കണു, നമ്മൾ ചെടി മാത്രമായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലോണം കണ്ടോളണേ. മൊത്തം ചെടികളും നമ്മൾ ഇതിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ചെടികളും നമ്മൾ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ ഓരോ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് വെയിലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെടികൾ മാറ്റിക്കൊണ്ടിരിക്കണം. മുറ്റത്തൊക്കെ മരങ്ങളായതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഗൻവില്ലയിലൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, നല്ലോണം പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ മതിൽമത്തെ പ്ലാന്റിലൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പിക്കൊക്കെ ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് പോവാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഓരോന്നായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പരിചയപ്പെടുത്തണമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് പോകണേ ഉള്ളൂ. എല്ലാവിധ ചെടികളും ഉണ്ട് കേട്ടോ. ചെടികൾ എന്താ പറയുക, എനിക്ക് ഒന്നും പറിച്ച് കളയാൻ തോന്നില്ല. എല്ലാ ചെടികളും ഇഷ്ടം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ കലാത്തിയയുടെ കളക്ഷൻ കുറേ ഉണ്ട്. അതേപോലെ ഹാങ്ങിങ് പ്ലാന്റുകളുണ്ട്, അഗ്ലോണിമാസ് ഉണ്ട്, പിന്നെ അരേലിയാസ് ഉണ്ട്. അങ്ങനെ കണ്ണിൽ കണ്ട ചെടികൾ മൊത്തം ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ബോഗൻവില്ലയിൽ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ സീസൺ മാറിയാൽ വേറെ ചെടിയിലേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. സീസൺ അനുസരിച്ചിട്ട് ഇങ്ങനെ ചെടികളുടെ ഭ്രാന്തിന് മാറ്റം വരും. ഇപ്പോൾ ഒരു ബോഗൻവില്ല നമ്മൾ വാങ്ങിച്ചാൽ അതിൻ്റെ പുതിയൊരു കളേഴ്സ് കാണുമ്പോൾ നമുക്ക് അതും വാങ്ങിക്കാൻ പൂതിയാവും അല്ലേ. അങ്ങനെ എന്താ ഓരോന്നിൻ്റെയും ഓരോ കളക്ഷനും എല്ലാവിധ കളക്ഷനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ടാങ്ലോങ്ങിൻ്റെ ഒരു 5 കളക്ഷനോളം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും കളർ ചേഞ്ച് കാണുമ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ വാങ്ങാൻ പൂതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് വാങ്ങി ഇപ്പോൾ ഇത്രയും കളക്ഷനാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തൈകളൊക്കെ റെഡിയാക്കണം ഇൻഷാ അല്ലാ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ജുവലിൻ്റെ കുറച്ച് കളക്ഷന്. അതേപോലെ ബട്ടർ കപ്പ് മഹാറാണിയാണ് കേട്ടോ. ഇത് പൂവ് ഇപ്പോൾ കൊഴിഞ്ഞു. പിന്നെ സക്കൂറ, ബ്രിസ റെഡ്, അതേപോലെ അഡാസ് ജോയി. പിന്നെ ഇത് വീരയുടെ കുറച്ച് കളക്ഷൻ, വീര വൈറ്റ്, പിങ്ക്. ചെടികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സമയത്തിനുള്ള ആഹാരവും വെള്ളവും വളവും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അവരിതുപോലെ നമുക്ക് പൂക്കളും ഒക്കെ തരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചെടി കൊണ്ടുവന്ന് വീട്ടിൽ നട്ട് അതിനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മക്കളെ പോലെ തന്നെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവിധ കളക്ഷനും ഉണ്ട്. ഇവിടെ കുറച്ച് ചെമ്പരത്തിയുടെ കളക്ഷനുണ്ട് കേട്ടോ. എനിക്ക് ചെമ്പരത്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മതിൽമേലൊക്കെ ബോഗൻവില്ല തന്നെയാണ്. അതിലൊന്നും ഇപ്പോൾ പൂക്കളില്ല, പൂവായി വരുന്നേ ഉള്ളൂ. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണോണ്ടേ. പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്, അതേപോലെ ഹാങ്ങിങ് പ്ലാന്റ്. ആദ്യമൊക്കെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരു എന്താ പറയുക, ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലുള്ളതൊക്കെ ഞാൻ അവിടെ ഒക്കെ ആയിട്ട് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടികൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസ് ആയിട്ട് കാണാം.